ശ്രീ അജിൽ, ആദ്യം നമ്മൾ കേട്ടത് മന്ത്രി AP അനിൽകുമാറിന്റെ വാക്കുകളാണ്. ഒരു പ്രവചനം അസാധ്യമായ വിധത്തിലാണ് മഴ പെയ്തത് എന്നത് അദ്ദേഹം പറയുന്നു. അതിൻ്റെ ഉത്തരവാദിത്തം അത് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച അറിയിപ്പ് അത് സംസ്ഥാന സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുക എന്നതാണ് ഉത്തരവാദിത്തം. അത് ചെയ്തിട്ടുണ്ട്, അതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, അത് അസാധ്യമാകുന്നു, ഇത് കേരളത്തിൽ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലുമുള്ള സാഹചര്യമാണ് എന്നത് കൂടി സൂചിപ്പിക്കുകയാണ്. അങ്ങനെ പ്രവചനാതീതമായ ഒരു സാഹചര്യമാണോ ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ ഒരു മഴയാണോ ലഭ്യമായിട്ടുള്ളത്? അതോ സംവിധാനങ്ങളുടെ വീഴ്ചയാണോ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? സംവിധാനങ്ങളുടെ വീഴ്ചയാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഞാൻ മെയിനായിട്ടും മഴയുടെ അളവ്, അത്ര ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകാനുള്ള ബാക്ക്ഗ്രൗണ്ട് കണ്ടീഷൻസ്, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മൺസൂൺ എന്ന് പറയുന്നത് മൺസൂൺ ഒരു സജീവ കാലഘട്ടമുണ്ട്, നിർജീവ കാലഘട്ടമുണ്ട്. സാധാരണയായിട്ട് നമുക്ക് 120 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മൺസൂൺ കാലത്ത് 4-5 എപ്പിസോഡ്സ് ഓഫ് ഹെവി റെയിൻഫോളാണ് സാധാരണ കേരളത്തിൽ ലഭിക്കുന്നത്. അതായത് 4-5 എന്ന് പറയുമ്പോൾ ഒരു എപ്പിസോഡിൽ 3-4 ദിവസം നിൽക്കുന്ന ശക്തമായിട്ടുള്ള മഴ കേരളത്തിൽ ഉടനീളം സാധാരണ നമുക്ക് ലഭിക്കും. പക്ഷേ ഈ ഒരു മൺസൂണിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എൽനിനോയുടെ പ്രസൻസ് കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലുള്ളൊരു ആക്റ്റീവ് കണ്ടീഷൻസ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്കുണ്ടായിരുന്നില്ല. അതായത് മൺസൂണിൻ്റെ ഒരു ആക്റ്റീവ് കണ്ടീഷൻസിലേക്ക് ശരിക്കും കടന്നത് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളാണ് ഒരു ആക്റ്റീവ് കണ്ടീഷൻസിലേക്ക് മൺസൂൺ വന്നത്. അപ്പോൾ നമുക്കറിയാം, മഴയുടെ പാറ്റേൺ, കേരളത്തിൽ പെയ്യുന്ന മഴയുടെ പാറ്റേണിന് വളരെയധികം ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 2015 ശേഷം നമ്മുടെ മഴയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കേരള തീരത്ത് വിസിബിളാകാൻ തുടങ്ങി. 2018 തൊട്ട് പിന്നെ എല്ലാ വർഷങ്ങളിലും തുടർച്ചയായിട്ട് അതിശക്തമായിട്ടുള്ള മഴ പല സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് നമുക്ക് കിട്ടാൻ തുടങ്ങി. അതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളും വളരെ അധികമായിരുന്നു. അപ്പോൾ മഴയുടെ ഈ ഒരു കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇതേപോലുള്ള എക്സ്ട്രീം റെയിൻഫോൾ ഇവൻറ്റ്സ് ആണ്. ലോക്കലൈസ്ഡ് ആയിട്ടുള്ള, റീജിയണൽ ആയിട്ടുള്ള എക്സ്ട്രീം റെയിൻഫോൾ ഇവൻറ്റ്സ് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതുതന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മൺസൂൺ തീർച്ചയായിട്ടും ഒരു എക്സ്ട്രീം റെയിൻഫോൾ കണ്ടീഷൻസ്, അതായത് അതിശക്തമായിട്ടുള്ള ഒരു 300-400 മില്ലിമീറ്റർ ഒരു സ്ഥലത്ത് പെയ്യുന്ന മഴ കിട്ടുന്നതിന് മുമ്പ് കുറേ പ്രോക്സീസ് നമുക്ക് എപ്പോഴും അന്തരീക്ഷത്തിൽ കാണാൻ കഴിയും. അതിലൊന്നാണ് നമ്മുടെ ബേ ഓഫ് ബംഗാളിലുണ്ടാകുന്ന ചക്രവാത ചുഴി, ലോ പ്രഷർ സിസ്റ്റം. അതേപോലെ തന്നെ നമ്മുടെ ഗുജറാത്തിൻ്റെ തീരത്ത് നോർത്ത് വെസ്റ്റ് പാർട്ടിലുണ്ടാകുന്ന ന്യൂനമർദ്ദ പ്രദേശങ്ങൾ. ഇതെല്ലാം തന്നെ കേരള തീരത്തേക്ക് ഉള്ള മൺസൂൺ കാറ്റിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ പര്യാപ്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകുമ്പോൾ തന്നെ അത് നമുക്ക് തീർച്ചയായിട്ടും 3-4 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഈ ന്യൂനമർദ്ദത്തിൻ്റെ സാധ്യത പ്രവചിക്കപ്പെടാറുണ്ട്. അതൊക്കെ സാധാരണ ആക്യുറേറ്റ് ആകാറുമുണ്ട്. നമ്മൾ ഈ മൺസൂൺ കാറ്റിൻ്റെ ശക്തി, ഈ പറയുന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മൺസൂൺ കാറ്റ് ശക്തമാകും. അതോടനുബന്ധിച്ച് തന്നെ കേരളത്തിൽ പരക്കെ ശക്തമായിട്ടുള്ള മഴ ലഭിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. അത് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് കേരള തീരത്തുണ്ടാകുന്ന ചക്രവാത ചുഴി. ഇപ്പോൾ ഈ ഒരു എക്സ്ട്രീം റെയിൻഫോൾ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ 2018 തൊട്ട് 2024 വരെയുള്ള കേരളത്തിലുണ്ടായ എക്സ്ട്രീം റെയിൻഫോൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ കേരള തീരത്തിനുള്ള അറബിക്കടലിലുണ്ടാകുന്ന അതിശക്തമായിട്ടുള്ള മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 കിലോമീറ്റർ സ്ക്വയർ വലിപ്പമുള്ള അതിശക്തമായിട്ടുള്ള മേഘങ്ങൾ കൊണ്ടാണ് ഈ ലോക്കലൈസ്ഡ് എക്സ്ട്രീം റെയിൻഫോൾ ഇവൻറ്റ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു മേഘങ്ങളുടെ ഒരു പാർട്ട് മാത്രമാണ് നമ്മുടെ കരയിലേക്ക് കയറി നിൽക്കുന്നത്. അപ്പോൾ ഈ മേഘങ്ങളെ സാധാരണ നമ്മൾ പറയുന്നത് മീസോസ്കെയിൽ കൺവെക്റ്റീവ് സിസ്റ്റംസ് എന്നാണ്. അപ്പോൾ അതിനൊരു 1000 കിലോമീറ്റർ സ്ക്വയറോളം വലിപ്പം ഉണ്ടാവും. അത് ഒരു ദിവസം ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്തിട്ട് മഴ പെയ്യിക്കാൻ കെൽപ്പുള്ള മേഘങ്ങളാണ്. അപ്പോൾ ആ മേഘങ്ങളുടെ ശക്തി കുറയുന്നതനുസരിച്ചായിട്ടായിരിക്കും നമുക്ക് കേരളത്തിലുള്ള മഴയുടെ ശക്തിയും കുറയുന്നത്. അപ്പോൾ ഈ ഒരു മേഘങ്ങളുടെ കേന്ദ്രീകരണം ഏകദേശം നമുക്ക് പറയാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ഡേറ്റ വെച്ചിട്ടും റഡാർ ഡേറ്റ വെച്ചിട്ടും ഒരു ദിവസം മുമ്പ് തന്നെ അറബിക്കടലിൽ ഉണ്ടാകുന്ന മേഘങ്ങളുടെ പ്രത്യേകത, അതായത് ഈ മേഘങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം 10-12 കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു മേഘങ്ങളുടെ സമുച്ചയമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് നമ്മുടെ കരയിലേക്ക് കയറിയിട്ട് ഇതേപോലുള്ള അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത്. അല്ലാതെയും കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകാം. പക്ഷേ അത് ഒരിക്കലും ഈ ഒരു ദിവസം 1.5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അല്ല 2 ദിവസം നിൽക്കുന്ന മഴകളല്ല. അത് ലോക്കലൈസ്ഡ് മഴകളായിരിക്കും. 1-2 മണിക്കൂറുകളത് പെയ്യും, അത്യാവശ്യം നല്ല മഴ കിട്ടും, വളരെ ഒരു ലോക്കലൈസ്ഡ് ഉള്ള പ്രദേശത്ത് അതുകൊണ്ടുള്ള ഡാമേജും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രോക്സീസാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രീം റെയിൻഫോളിന് മുമ്പ്
ഈ എക്സ്ട്രീം റെയിൻഫോളിലേക്ക് കടക്കുവാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള 1-2 സൂചനകൾ ശരിക്കും ഇതാണ്. അത്തരം സൂചനകൾ ഇത്തവണയും ഉണ്ടായിരുന്നു. അത് കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്നതാണോ? ഇവിടെ ഇപ്പോൾ റാന്നി, വടശ്ശേരിക്കരയിലും വാഗമണ്ണിലും ലഭിച്ച മഴ 300 മില്ലിമീറ്ററിനടുത്തുള്ള മഴയാണ്. അത് പെയ്തിറങ്ങിയത് 7 മുതൽ 12 മണിക്കൂറിനുള്ളിലാണ്. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യുന്നു. അതാണ് കേരളത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്തും അതുതന്നെയാണ് സംഭവിച്ചത്. അതിൻ്റെ ഒരു ആവർത്തനമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഇത് മുൻകൂട്ടി പ്രവചിക്കുക സാധ്യമല്ലേ? കൃത്യമായ പ്രവചനം സാധ്യമല്ലേ? ഈ റെഡ് അലർട്ട് ലഭിക്കുന്നത് ഈ മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. അതുവരെ ഓറഞ്ച് അലർട്ട് മാത്രമായിരുന്നു ഈ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നത്. അതാണ് ഒരു മുന്നൊരുക്കം നഷ്ടപ്പെടുത്താനുള്ള പ്രധാന കാരണം. അതെ, തീർച്ചയായിട്ടും നമുക്ക് പല സ്ഥലങ്ങളിലും മഴയുടെ അളവ് പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കിട്ടിയ മഴ 300 മില്ലിമീറ്റർ അല്ലെങ്കിൽ 400 മില്ലിമീറ്റർ അധികം മഴയാണ് ഒരു ദിവസം നമുക്ക് കിട്ടിയത്. പക്ഷേ നമുക്കറിയാം ഓഗസ്റ്റിൽ നമുക്ക് കേരളത്തിൽ കിട്ടേണ്ട ശരാശരി മഴ എന്ന് പറയുന്നത് ഏകദേശം 425 മില്ലിമീറ്റർ അങ്ങാണ്ടാണ്. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് തന്നെ 250 മില്ലിമീറ്ററോളം റെയിൻ കേരളത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം ഈ ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു കൺവെക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു മേഘസമുച്ചയങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന മഴയാണ് അത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടാവുന്ന ഒരു പ്രോക്സി, നമുക്കൊരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഈ അറേബ്യൻ സീയിലും അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിലുള്ള മേഘങ്ങളുടെ രൂപീകരണത്തിൻ്റെ ഒരു രൂപീകരണത്തിൻ്റെ സൂചന നമുക്ക് 1-2 ദിവസം മുമ്പ് കിട്ടും. ഈ പറയുന്ന പോലെ എക്സ്ട്രീം റെയിൻഫോൾ ഏത് ഭാഗത്ത് പെയ്യുന്നു എന്നുള്ളത് ഈ പറയുന്ന പോലെ നമുക്ക് 1 ഡേക്ക് മുമ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് നൗകാസ്റ്റിംഗ് രീതിയിൽ 3-4 മണിക്കൂറേ നമുക്കൊരു ലീഡ് ടൈം ഉള്ളൂ. അപ്പോൾ 4 മണിക്കൂറിന് മുമ്പ് നമുക്ക് പറയാൻ പറ്റും. കാര്യം ഈ മേഘങ്ങൾ, അറബിക്കടലിൽ രൂപീകരിക്കുന്ന ഈ മേഘങ്ങൾ എന്ന് പറയുന്നത് കാറ്റിൻ്റെ ദിശ അനുസരിച്ചും അതിൻ്റെ സ്പീഡ് അനുസരിച്ചും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ ഏത് ഭാഗത്താണ് ഈ മേഘങ്ങളുടെ ഒരു എഡ്ജ് കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുമ്പ് നമുക്ക് പറ്റില്ല. അത് നമുക്ക് 3-4 മണിക്കൂർ മുമ്പ് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. പക്ഷേ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു കാലാവസ്ഥ മാറിയ സാഹചര്യത്തിൽ മഴയല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ആക്ഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ കൂടുതലായിട്ടും ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. തീർച്ചയായും അതിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ്. നമുക്കൊപ്പം ഞാൻ മറ്റതിഥികളിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ ശ്രീ രാജു എബ്രഹാം നമുക്കൊപ്പം ചേരുകയാണ്. പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ രാജു എബ്രഹാം, താങ്കളുടെ വാക്കുകളാണ് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സർക്കാർ സ്പോൺസേഡ് വെള്ളപ്പൊക്കം എന്ന് താങ്കൾ പറയുന്നു. വളരെ ഗൗരവമുള്ള ആരോപണമാണ്. എന്താണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം? പ്രധാനപ്പെട്ട കാരണം, യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇവിടെ അണക്കെട്ടുകൾ തുറന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അണക്കെട്ടുകൾ തുറക്കുന്നതിന്റെ പ്രോട്ടോകോൾ, ആ പ്രോട്ടോകോൾ പ്രകാരം അണക്കെട്ട് തുറക്കുമ്പോൾ ബന്ധപ്പെട്ട പഞ്ചായത്തുകളെ അറിയിക്കണം, ജനപ്രതിനിധികളെ അറിയിക്കണം. അർദ്ധരാത്രിയാണെങ്കിൽ, പകലാണെങ്കിലും അർദ്ധരാത്രിയാണെങ്കിലും ഒരു മൈക്ക് അനൗൺസ്മെന്റ് എല്ലാ തവണയും നടത്തുന്നതാണ്. അത്തരം ഒരു അനൗൺസ്മെന്റ് നടത്തി നാട്ടുകാരെ അറിയിച്ചിട്ടില്ല. നാട്ടുകാരെ അറിയിച്ചിരുന്നെങ്കിൽ ആയിരക്കണക്കിന് വീടുകളിൽ അവർ അതിന്റെ മുൻകരുതലെടുത്തേനെ, അവർ മാറി നിന്നേനെ. ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ അവർക്ക് മാറ്റാൻ കഴിയുമായിരുന്നു. ഒഴുകിപ്പോന്ന ഉപകരണങ്ങൾ അത് തൽക്കാലം ആ വീടുകളിൽ കെട്ടിയെങ്കിലും ഇടാൻ പറ്റുമായിരുന്നു. പല വീടുകളിലെ ഉപകരണങ്ങൾ ഒഴുകിപ്പോയി. അതിന്റെ ഫലമായിട്ട് വെള്ളം നമുക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.